ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. 1 യോഹന്നാൻ 3:4. വാസ്തവത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉള്ളടക്കം സ്നേഹത്തിലും ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുന്നതിലും എപ്പോഴും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്നതിലാണ് ഒരു മനുഷ്യാത്മാവിന്റെ പൂർണ്ണത എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് നമുക്ക് നിയമം തന്നിരിക്കുന്നത്. ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാവുകയില്ല. അതായത് നമുക്കറിയാത്ത അനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ട് ഏത് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇടപെടേണ്ടതെന്ന് അവിടെ നിന്ന് നമുക്ക് അറിവ് നൽകുന്നു. ആ അറിവ് പ്രത്യക്ഷത്തിൽ നമുക്കൊരു നിയമം പോലെയാണെങ്കിലും അത് നമ്മുടെ നന്മയ്ക്കാണ്. അതുമൂലം നമ്മൾ ദൈവ ഐക്യമാണ് സാധ്യമാക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും അറിയണം. അങ്ങനെ ദൈവ ഐക്യം സാധ്യമാക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് അനുസരിക്കുന്നത് വഴി നമ്മൾ അവിടത്തോടുള്ള കൂട്ടായ്മ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മെ സഭയോടുള്ള കൂട്ടായ്മയെ ഐക്യപ്പെടുത്തുന്നു. അത് നമ്മെ മനുഷ്യരോടുള്ള കൂട്ടായ്മയെ ഐക്യപ്പെടുത്തുന്നു. അത് നമ്മെ പ്രകൃതിയോടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലതിനോടുമുള്ള കൂട്ടായ്മയിൽ ഐക്യപ്പെടുത്തുന്നു. ഇങ്ങനെ അവിടുത്തെ നിയമം നമ്മൾ പാലിക്കുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മെ പൂർണ്ണരാക്കുന്നു, അഥവാ പാപത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നു.